കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ആകുന്ന ഒരാൾ മാത്രമേ ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ആവുക, അതിനകത്ത് ഒരു ഡൈലൂഷനും വരുത്താതിരിക്കുക. കമ്മ്യൂണിക്കേഷൻ ഏത് സംഭവത്തിലും ഗ്രോത്തിൻ്റെ ഏറ്റവും ബാലപാഠങ്ങളിലൊന്നാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ആൾക്കാർ എപ്പോഴും ആരുടെയാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ ഫോണിൽ നിന്നാണ് ഔട്ട് ഗോയിങ് കോൾസ് നോക്കുക. നിങ്ങളുടെ ഔട്ട് ഗോയിങ് കോൾ എത്രയാണോ അതിനനുസരിച്ച് ബിസിനസ് വളരുള്ളൂ. നമ്മൾ വിളിക്കുന്ന നമ്മൾ ആവശ്യക്കാരനാണെങ്കിൽ മാത്രമേ നമ്മൾ ആ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ എത്രയുണ്ട് അതിനനുസരിച്ചേ ബിസിനസ് വളരുള്ളൂ. ഇങ്ങോട്ട് കിട്ടുന്ന ഫോൺ കോൾ ചിലപ്പോൾ നമ്മൾ താഴെ ടീമിലുള്ളവർ വിളിക്കുന്നുണ്ടാവും. ഇതൊന്നും നമ്മളൊരു കമ്മ്യൂണിക്കേഷനായിട്ട് കൂട്ടുകയില്ല. നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ എത്രയുണ്ട് അതാണ് യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു വലിയൊരു ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്ണറാണ്, അല്ലെങ്കിൽ നാളെ ഒരു കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ വരുന്ന ഒരു ബിസിനസ്സിൻ്റെ പാർട്ട്ണറാകും എന്ന് വിശ്വാസമുള്ള ഒരാൾ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണും. കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ആകുന്ന ഒരാൾ മാത്രമേ ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ആവുക, അതിനകത്ത് ഒരു ഡൈലൂഷനും വരുത്താതിരിക്കുക.